ഒക്ടോബർ 14 മുതൽ വിൻഡോസ് 10-നുള്ള സപ്പോർട്ട് പൂർണ്ണമായും നിർത്തലാക്കാൻ മൈക്രോസോഫ്റ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കമ്പനിയുടെ പിന്തുണ ഇല്ലാതാകുന്നതോടെ പുതിയ സുരക്ഷാ അപ്ഡേറ്റുകളോ മറ്റ് നിർണായക പരിഷ്കാരങ്ങളോ ലഭിക്കില്ല. അതായത് കമ്പ്യൂട്ടർ സൈബർ ഭീഷണികൾക്ക് കൂടുതൽ ഇരയാകാൻ സാധ്യതയുണ്ട് എന്ന് സാരം. വിൻഡോസ് 10-ൽ നിന്ന് രക്ഷ നേടാനുള്ള സ്വാഭാവികമായ വഴി അതിന്റെ പിൻഗാമിയായ വിൻഡോസ് 11-ലേക്ക് സൗജന്യമായി അപ്ഗ്രേഡ് ചെയ്യുക എന്നതാണ്. എന്നാൽ വിൻഡോസ് 11 പ്രവർത്തിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് പുതിയ ചില നിബന്ധനകളുണ്ട്. അതായത് നിങ്ങളുടെ പഴയ കമ്പ്യൂട്ടറുകളിൽ ഈ അപ്ഗ്രേഡ് ഒരു പക്ഷേ സാധ്യമായി എന്ന് വരില്ല. അപ്ഗ്രേഡ് ചെയ്യാൻ കുറഞ്ഞത് ഇന്റലിന്റെ 8th ജനറേഷൻ അല്ലെങ്കിൽ അതിലും പുതിയ തലമുറയിലുള്ള പ്രോസസ്സറുകൾ, കുറഞ്ഞത് 4 റാം, TPM 2.0 പോലുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയെങ്കിലും കുറഞ്ഞ പക്ഷം ആവശ്യമുണ്ട്. വിൻഡോസ് 11-ന്റെ ഈ കടുപ്പമേറിയ നിബന്ധനകൾ കാരണം ഇപ്പോഴും ഒരു തകരാറുമില്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഇന്റലിന്റെ 4th ജനറേഷൻ പോലുള്ള പഴയ പ്രോസസ്സറുകൾ പോലും സാധാരണ ജോലികൾക്കും പഠന ആവശ്യങ്ങൾക്കും മികച്ചതാണെങ്കിലും അത്തരം കമ്പ്യൂട്ടറുകൾ പെട്ടെന്ന് വിപണിക്ക് പുറത്തുള്ളവയായി മാറും. പഴയ കമ്പ്യൂട്ടറുകളെ ഈ വേസ്റ്റായി കണക്കാക്കി ഉപേക്ഷിക്കാൻ ഉപയോക്താക്കളെ നിർബന്ധിതരാക്കുക വഴി പുതിയ ഹാർഡ്വെയറുകൾ വാങ്ങാൻ പ്രേരിപ്പിക്കുകയാണോ ഇത്തരം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളുടെ പ്രധാന ലക്ഷ്യമെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഒക്ടോബർ 14-ന് ശേഷം ഇത്തരം പഴയ ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ അവ വിൻഡോസ് 11-നെ പിന്തുണയ്ക്കുന്നവയാണ് എന്ന് ഉറപ്പാക്കുക. നിലവിൽ വിൻഡോസ് 10 ഉപയോഗിക്കുന്നവർ ഉടൻ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒക്ടോബർ 14 കഴിഞ്ഞാലും നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കും. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങൾ വർദ്ധിക്കുമ്പോൾ അധികം താമസിയാതെ നിങ്ങൾ ഒരു പുതിയ കമ്പ്യൂട്ടറിലേക്ക് മാറേണ്ടി വരും.